കോഴിക്കോട് ബീച്ചില് കഞ്ചാവ് ഉണക്കാനിട്ട യുവാവ് ഉറങ്ങിപ്പോയി. വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫിയെ കഞ്ചാവുമായി പോലീസ് പിടികൂടി. ഇതാണ് അവസ്ഥ. ആ ദൃശ്യങ്ങൾ കാണുകയാണ്. കഞ്ചാവ് ഉണക്കാനിട്ടിട്ട് ബീച്ചിന്റെ സൈഡിൽ കിടന്ന് തൊട്ട് ആ കഞ്ചാവിനോട് ചേർന്ന് തന്നെ കിടന്നുറങ്ങി. ഇത് കണ്ട ആരോ പോലീസിൽ പരാതിയാണോ, പോലീസ് നേരിട്ട് കാണുകയാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ആളകത്തായി. വിവരങ്ങളുമായി എബിൻ ജോസ് ആണ് ചേരുന്നത്. എബിൻ, എന്തൊരവസ്ഥയാണ്? കുറ്റകരമാണ് എന്ന് അറിയാത്ത ആളൊന്നും ആയിരിക്കില്ലല്ലോ ഇത്തരത്തിൽ കഞ്ചാവൊക്കെ ഉണക്കാനിട്ടിട്ട് സൈഡിൽ കിടന്നുറങ്ങുന്നു. ഇത് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു, അതോ പോലീസ് കണ്ടെത്തുകയായിരുന്നു? എന്താണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? എഗിരി, സാധാരണ കടപ്പുറത്ത് ആളുകൾ, വിനോദസഞ്ചാരികളൊക്കെ വന്ന് വെയിൽ കൊള്ളാനൊക്കെ കിടക്കാറുണ്ട്. ഇത് അതുപോലെയല്ല. കഞ്ചാവ് ഉണക്കാനിട്ട് അതിന്റെ സൈഡിൽ പാവിരിച്ച് കിടന്നുറങ്ങുന്ന യുവാവ്. ഇയാള് വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫി എന്ന് പറയുന്ന യുവാവാണ്. രാവിലെ വ്യായാമത്തിനും അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാനൊക്കെയായി എത്തിയ ആളുകളാണ് ഇത്തരം ഒരു കാഴ്ച കണ്ടത്. അവർ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. പിന്നീട് വെള്ളയിൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ ആളെ തിരിച്ചറിഞ്ഞു. ആൾ മുൻപും ഈ കഞ്ചാവ് കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ്. മുഹമ്മദ് റാഫി എന്നാണ് പേര്. അയാളിൽ നിന്ന് ഏകദേശം 370 ഗ്രാമോളം കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. പോലീസ് ഏതായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ ആയിരുന്നു സംഭവം. ഈ വ്യായാമത്തിനൊക്കെ വന്ന ആളുകളാണ് ഈ ദൃശ്യങ്ങൾ കാണുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. ശരി, എബിനാണ് വിവരങ്ങൾ നൽകിയത്.